ഇതാണ് ടോപ്പ് സ്റ്റേഷൻ്റെ ചെറിയ ടൗണ്. ഇവിടെയാണ് ജീപ്പ് ബസ് എല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുന്നത് വട്ടവട, കോവിലൂർ, പിന്നെ ഈ സൈഡാണ് ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻ്റ്. നമുക്ക് ആദ്യം വ്യൂ പോയിൻ്റ് കാണാം, പിന്നെ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. ആളൊക്കെ വളരെ കുറവാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്താണ് വയനാട് സംഭവം നടന്നത്. വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ അത്യധികം ഭീതിയാണ് ജനിപ്പിച്ചത്. അത് കാരണം ടൂറിസ്റ്റുകൾ അധികം വരുന്നില്ല. കാരണം മൂന്നാർ ഏരിയയിലും ഇതുപോലെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി. അങ്ങനെയില്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയില്ല. ഇവിടെ അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്നാണ് എൻ്റെ പിന്നെ. പക്ഷേ ആളൊക്കെ ഇന്ന് ശനിയാഴ്ചയാണ് സാധാരണ നല്ല ആൾക്കാർ വരേണ്ടതാണ്. പക്ഷേ ആ ഒരു ന്യൂസ് കാരണമാണ് ഇതൊക്കെ ശരിയാവുമെന്നും ടൂറിസം നല്ലതായിട്ട് വരുമെന്നും പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പോൾ നേരെ പോകുന്നതാണ് വ്യൂ പോയിന്റിലേക്ക് കണ്ട. നമ്മുടെ ടോപ്പ് സ്റ്റേഷന് വ്യൂ പോയിൻ്റ് എത്താറായി. ഇത് എൻ്റെ അടുത്തുള്ള സ്ഥലം. അതിലൂടെ നമ്മൾ ആ കടകളുടെ ഉള്ളിലൂടെ പോയിട്ട് വേണം അവിടെ എത്താൻ. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതിൻ്റെ മുകളിലേക്ക് പോകണം. ഇതിൻ്റെ ചാർജ് 20 രൂപയാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു വാച്ച് ടവറും ഉണ്ട്. താഴെ നമുക്ക് ഇഷ്ടംപോലെ വ്യൂ പോയിൻറ്റ്സും പിക്ചേഴ്സും എടുക്കാം. കണ്ട എന്താ ഭംഗി. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. Oh, yeah, it's definitely good on there. That'll be a great spot for like a photo. വാച്ച് ടവർ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ വ്യൂ പോയിൻ്റ് കാണുമ്പോൾ ഇതിന് കുറച്ച് താഴെ ഇറങ്ങണം. അത്രയൊന്നുമില്ല, ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ ഇറങ്ങി നോക്കാം. എന്ത് ഭംഗി കാണാൻ. വ്യൂ പോയിൻ്റ് എത്താറായി. ഈ കാണുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻ്റ്, മെയിൻ വ്യൂ പോയിൻ്റ് ഇത്.
प्यासा प्यासा रह के आखिर सावन में भीगा भीगा വെള്ള